ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നിഷിത ആ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത്, ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ ആകാശിനെ കാണുന്നുണ്ട്. ആകാശിനെ കാണുന്ന നിഷിത പറഞ്ഞിട്ട് അത് വേറൊന്നുമല്ല, ടയർ പഞ്ചറായി, അപ്പൊ വർക്ക്ഷോപ്പിൽ ആളെ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിഷിത അവിടെ നിന്ന് തടി തപ്പി പോകുക കേട്ടോ. ആകാശിനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ആദി തന്നെയാണ് വണ്ടി ഇടിച്ചെന്നുള്ള സത്യം മനസ്സിലാവാണ്. അങ്ങനെ ആദിയുടെ സ്കൂളിലേക്ക് ആകാശ് വിളിക്കുന്നുണ്ട്. ഹലോ മാഡം, ആദിത്യന്റെ പപ്പയാണ് സംസാരിക്കണത്. അല്ല ആദിത്യൻ അവിടെ എത്തിയായിരുന്നോ? ഓ എത്തിയല്ലോ എന്ന ആ ഹെഡ് മിസ്റ്റർ നോണ പറയാട്ടോ. ഓഹോ എത്തിയല്ലേ, എന്നാ ആദിത്യന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാവോ, എനിക്ക് സംസാരിക്കണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആ സിസ്റ്റർ പറയുന്നുണ്ട്, അയ്യോ സോറി ആകാശ് മേനോൻ, ഇപ്പൊ ഫോൺ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ ഇവിടെ ചില നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പാരന്റ്സിനോട് പിള്ളേർക്ക് സംസാരിക്കാനുള്ള അനുവാദമുള്ളൂ. അതെന്തായാലും ഇന്നലെയല്ലേ ആദ്യം ഇവിടെ എത്തിയത്, അടുത്ത ആഴ്ച ആവട്ടെ, നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാം. അഥവാ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ ഞാൻ വേണമെങ്കിൽ വിളിപ്പിക്കാം. ഓ ആയിക്കോട്ടെ എന്ന് ആകാശ് പറയാണ്. അപ്പോ ആദ്യം അവിടെ ഉണ്ട്. അപ്പൊ ആദ്യക്കല്ലേ ഇനി അപകടം പറ്റിയത്? ഇനി അപകടം പറ്റിയിട്ട് അവർ ഒളിപ്പിച്ചു വെക്കുവാണോ? ഇനി അപകടത്തിൽ ആദ്യം ഇങ്ങനെ മരിച്ചുപോയോ എന്നൊക്കെ ആകാശിനെ പല സംശയങ്ങളും ഇങ്ങനെ വരുവാട്ടോ. അതിനുശേഷം ഇഷിത നേരെ വീട്ടിലേക്ക് പോകുവാണ്. വീട്ടിലേക്കാണെങ്കിൽ നമ്മുടെ ആ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനാഥനും മഞ്ജിമയും എല്ലാരും ഉറങ്ങാണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാട്ടോ. ആ സമയത്താണ് ഇഷിത അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇഷിത കയറി വരുന്നതും നേരെ റൂമിലേക്ക് പോകുമ്പോഴേക്കും സ്വപ്നവല്ലി പറയുന്നുണ്ട്, അതെ നീ അവിടെ നിന്നേ എന്ന് പറയാണ്. എന്താ അമ്മേ, എന്താണെന്നോ? സമയം ഇപ്പൊ എത്രയെന്ന് നിനക്ക് അറിയാവോ? ആയി, അറിയാം. എത്ര മണിയായിരുന്നു? 11:30 സമയം. ആ 11:30 മണിയായി. നീ ഇത്ര നേരം എവിടെയായിരുന്നു? സോറി അമ്മേ, എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് പറയാണ്. അത് എന്തുകൊണ്ട് താല്പര്യമില്ല? എന്തുകൊണ്ട് താല്പര്യമില്ല വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറയാണ്. ഹോസ്പിറ്റലിലോ? എന്റെ മഹേഷ് വന്ന് അന്വേഷിച്ചപ്പോഴേക്കും നീ ഹോസ്പിറ്റലിൽ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. ഓഹോ, അപ്പൊ എന്റെ പുറകിൽ അന്വേഷണം തുടങ്ങിയല്ലേ? സംശയ രോഗം എന്ന് പറയുമ്പോ അതെ, സംശയിക്കണോടി. കാരണം മഹേഷിന്റെ ആദ്യ ഭാര്യ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു മഹേഷിനോട്, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണല്ലോ. അതിനുശേഷം പതുക്കെ പതുക്കെ അവളുടെ സ്വഭാവം മാറി തുടങ്ങിയത്. നീയും അങ്ങനെ തന്നെയല്ലേ? നിനക്ക് രഹസ്യകാമുകൻ ഇല്ലേടി എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണ ദിശിതാകെ ഞെട്ടി പോകുവാട്ടോ. ശേഷം ഇഷ്ട പറഞ്ഞ, അമ്മേ എനിക്കിതിന് മറുപടി പറയാൻ പറ്റാനിട്ടല്ല, പിന്നെ എന്നെക്കാളും പ്രായത്തിൽ മൂത്തതായതുകൊണ്ടും ഞാനൊരു അമ്മയുടെ സ്ഥാനം തരുന്നത് കൊണ്ടും മാത്രമാണ് ഇതിന് മറുപടി ഞാൻ പറയാത്തത് എന്ന് ഇഷിത പറയാണ്. ശേഷം ഇഷിതടുത്ത് സ്വപ്നവര് പറയണ്ട്, ആണോ എങ്കിലേ നീ ഇനി മറുപടി ഒന്നും പറയണ്ട. നാളെ ഞാൻ എന്റെ മോനും നീയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്താൻ പോകാണ്. ഓഹോ അങ്ങനെയാണോ? മഹേഷിന് മറുപടി കൂട്ടിയിട്ടാണോ അമ്മ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം എന്റെ മോന് ഒരു മറുപടിയോ തീരുമാനമോ ഇല്ല. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷ്ട അകത്തേക്ക് കയറി പോവാണ്. ഇഷ്ട അതൊക്കെ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും രാമനാഥൻ പറയണ്ട്, എടോ സ്വപ്ന, താൻ കലിതുള്ളി കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ആ കഴിഞ്ഞു. നാളെ എന്റെ മോനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കഷ്ടം തന്നെ സ്വപ്നം, തന്റെ കാര്യം. കാരണം എന്താണെന്നറിയാവോ, പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞാലേ ഈ നാട്ടിലുകാർക്ക് ഞാൻ പോയി ചോദിച്ചു നോക്കണോ? അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചോദിച്ചു നോക്കൂ. ഒരാൾ അവളെ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊട്ടടിക്കും എന്ന് പറയാണ്. ആ സമയത്ത് സ്വപ്നവരുടെ അടുത്ത് മഞ്ജുമയുണ്ട്. മഞ്ജു പണ്ടോ അല്ലെങ്കിൽ അച്ഛൻ അവളെ മതിയല്ലോ, അവളെന്തോ കൈവശം അച്ഛനെ തന്നിരിക്കുകയാണ്, അവള് മോശപ്പെട്ട സ്ത്രീയാണ്, പ്രസവിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ആരുടെ കൂടെ വേണമെങ്കിൽ പോയി കിടക്കാലോ എന്ന് മഞ്ജുമ പറയാണ്. ഇത് കേൾക്കണത് രാമനാഥനൊക്കെ ദേഷ്യം വേണ്ട മഞ്ജുവിനെ കുനിച്ചു നിർത്തി അടിക്കുവാണ്. തൊരാന്ന് അടിക്കണ്ട. അപ്പൊ സ്വപ്നവര് പറഞ്ഞിട്ട്, രാമ അടിക്കല്ലേ, മോളെ അടിക്കല്ലേ എന്ന് പറയണേ. ദേ വേണ്ടാതിനും പറഞ്ഞ മോളെ മാത്രല്ല അമ്മേനെയും കൈവശെന്ന് വരും. ഒരു മര്യാദ പറഞ്ഞതിനൊക്കെ ഒരു വലുതില്ലേ? ഇതിപ്പോ മാനവും മര്യാദക്ക് ജീവികളെ കുറിച്ച് അപമാനം പറയാൻ ഒരു കണക്കില്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഒരു പെൺകുട്ടി ഐഷിത, അവളെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി കേട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നട്ടലില്ലാതാവണം. എനിക്ക് നട്ടലിന് നല്ല ബലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പിഴച്ച നാവ് കൊണ്ട് ഇനി ഇഷിത മോളെ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞ ആ നാവ് ഞാൻ പിഴുതെടുക്കും. രാമനാഥന്റെ സ്വഭാവം ശരിക്കും സ്വപ്നവലിക്ക് അറിയാലോ. ആ അറിയാം രാമ, അറിയാം. ആ മിണ്ടാതെ ഇരുന്നോ ഇവിടെ, അല്ലെങ്കിൽ രണ്ടിനെ ചവിട്ടി പുറത്താക്കുകയോ അർദ്ധരാത്രി ഞാൻ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അകത്തേക്ക് കയറി പോവാട്ടോ. ശേഷം ഇഷിതനം കാത്ത് മഹേഷ് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇഷിതടുത്ത് മഹേഷ് ചോദിക്കണ്ട്, എടോ എനിക്ക് തന്നെ സംശയമൊന്നുമില്ല, പക്ഷേ ഹോസ്പിറ്റലിൽ ഇന്നും ഇന്നലെയൊക്കെ വന്നപ്പോഴേക്കും താൻ അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. തനിക്ക് എന്തോ ഒരു രഹസ്യമുണ്ട്, പക്ഷെ വേറെ മോശപ്പെട്ട രീതിയിൽ ഞാൻ ചിന്തിക്കുന്നില്ല. വേറെ എന്തോ എന്നോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണോ? ആരോഗ്യമന്ത്രിയായിട്ട് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ആ മറ്റേ ഹസീനയുടെ ഭർത്താവായ ശോഭി എന്തെങ്കിലുമൊക്കെ കേസിന്റെ കാര്യങ്ങൾ തന്റെ കയ്യിൽ തന്നിരുന്നോ തെളിവുകൾ? എന്താ ഇഷിത പ്രശ്നം, എന്താ കാര്യം ചോദിക്കുമ്പോ, അതെ ഞാൻ മഹേഷിനടുത്ത് എല്ലാം തുറന്നു പറയണോ? ശരി ഞാൻ തുറന്നു പറയുന്നാനേ, പക്ഷെ മഹേഷ് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ടോ മഹേഷ് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണം മഹേഷിന് മറുപടി ഇല്ല കേട്ടോ. എന്താ മഹേഷിന് മറുപടി ഇല്ലാത്തത്? മഹേഷിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മഹേഷ് എന്നിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ ഒളിക്കുന്നില്ലേ? സത്യം പറ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നിങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റില്ല, പക്ഷെ ഞാനെല്ലാം തുറന്നു പറയണം. അത് ഇവിടുത്തെ നിയമമാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ സൗകര്യമില്ല മഹേഷ്. നിങ്ങളുടെ അമ്മ പറഞ്ഞു നാളെ എന്നെ ഡൈവേഴ്സ് ചെയ്യാൻ പോവാണെന്ന്. നിങ്ങൾ എന്നെ ശരി ചെയ്തു, എനിക്കൊരു കുഴപ്പമില്ല.
കുഴപ്പമില്ല, മഹേഷിന്റെ തീരുമാനം കൂടിയാണ് അതെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരിക്കലും എന്റെ തീരുമാനമല്ല ഇഷിത. താൻ വൈകി വന്നതിന്റെ ഒരു ഇതാണ് അമ്മക്കെന്ന് പറയുമ്പോ, വൈകി വന്ന ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണത്? കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോയി കിടക്കുവാണ് ചിപ്പിയുടെ കൂടെ. രാവിലെ ചിപ്പി എഴുന്നേക്കുന്നുണ്ട്. ആ അമ്മേനെ കാത്ത് എത്ര നേരം ഞാൻ ഇരുന്നെന്നറിയാവോ? അമ്മയ്ക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു മോളെ. ഹോസ്പിറ്റലിൽ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടനോ? ഏത് ചേട്ടൻ? ഒരു 10 വയസ്സുള്ള ചേട്ടനാ. ചേട്ടന് തീരെ സുഖമില്ല, ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു. ചേട്ടന്റെ വിചാരം ഞാൻ ചേട്ടന്റെ അമ്മയാണെന്നാ. അതുകൊണ്ട് ചേട്ടന്റെ കൂടെ നിൽക്കാൻ വിചാരിച്ചു. അതെയോ? അങ്ങനെയാണോ കാര്യം? അതെ. മോൾക്കൊരു കാര്യം അറിയാവോ? ഈ സത്യങ്ങളൊക്കെ ഞാൻ മോളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആർക്കും പറയേണ്ട കാര്യം എനിക്കില്ല. എന്റെ മോള് പക്ഷെ സത്യങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി. അമ്മ നല്ല അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാലോ. അമ്മനെ എനിക്ക് അറിയായിരുന്നു, ഏതെങ്കിലും കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടിട്ടായിരിക്കും അമ്മ ഹോസ്പിറ്റലിൽ താമസിച്ച് വരുന്നതെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ചേട്ടന്റെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അല്ല അമ്മേ, ആ ചേട്ടന്റെ പേരെന്താ? പേരറിയില്ല മോളെ. ആ ചേട്ടന്റെ പേര് പോലും ഓർമ്മയില്ല. പക്ഷെ അമ്മ ഒരു പേരിട്ടു. അമ്മ പേരിട്ടെന്നോ? അതെ. എന്താ പേരെന്നറിയാവോ? മോളൊന്ന് ഗസ് ചെയ്തേ. അത് ഒട്ടും കിട്ടുന്നില്ല അമ്മേ. എന്താ പേര്? അമ്മ തന്നെ പറ. എന്നാ കേട്ടോ. ഇഷാദ്. നല്ല പേരാണല്ലോ, ഇഷിത, ഇഷാദ്. അമ്മയുടെ പേര് പോലത്തെ പേരാണല്ലോ ഇട്ടിരിക്കുന്നത്. അതെ, അവൻ എന്നെ അമ്മയായിട്ടാണല്ലോ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മോനായിട്ട് കണ്ടു. പിന്നെ അവന് എന്നോട് ചോദിക്കുക അവൻ അനിയത്തി ഉണ്ടോ, അച്ഛന്റെ പേര് എന്താന്നൊക്കെ. ഞാൻ പറഞ്ഞു അനിയത്തി ഉണ്ട്, ചിപ്പി എന്നാ പേര്, അച്ഛന്റെ പേര് മഹേഷ് ആണെന്ന്. കൊള്ളാം, എനിക്ക് കാണാൻ മഞ്ഞോ അമ്മ ചേട്ടനെ. മോൾ അമ്മ കാണിക്കാൻ കേട്ടോ എന്നൊക്കെ പറയാണ്. ശേഷം പറയണ്ട, അതേ സമയം ഒത്തിരിയായി, നമുക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ഇഷിത ചിപ്പിക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ്. സ്വപ്നയില് വീണ്ടും ഒരുമാതിരി ചൊറിയണ വർത്താനായിട്ട് വരുമ്പോഴേക്കും ഇഷിത പറയണ്ടേ, ഇനി വല്ല വർത്താനായിട്ട് പറഞ്ഞാൽ കൈ ഞാൻ വെട്ടിക്കളയും, കൈ അടിച്ചൊതുക്കും എന്നൊക്കെ പറയാണ് ഇഷിത. അത് കേൾക്കുമ്പോഴേ സ്വപ്നയില് പറയുന്നുണ്ട്, കണ്ടില്ലേ മോള് ചിപ്പി, നിന്റെ അമ്മ പറഞ്ഞത് എന്റെ കൈ ഒതുക്കോന്ന്. ഒതുക്കോന്ന് പറഞ്ഞ ഒതുക്കും. അതെ, അച്ഛമ്മയുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ, അപ്പൊ ചിലപ്പോ തല്ല് കിട്ടിയെന്നൊക്കെ വരും എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ ചിരിക്കാട്ടോ. കണ്ടോ, മോൾക്ക് വരെ വിവരമുണ്ട്, എന്നിട്ട് ഇവർക്ക് വിവരമില്ല. മോളെ ദേ, മോളി അച്ഛമ്മടുത്തൊന്ന് കൂട്ടുകൂടട്ടോ, മോളും ചീത്ത കൂട്ടുകെട്ടാവും. രാമൻ എന്തൊക്കെയാ മോള് പറഞ്ഞു കൊടുക്കണത് എന്ന് പറയുമ്പോ, പിന്നെ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? താനും മഞ്ജിമ മോളെ ചീത്താക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. മോളെ നല്ല കൂട്ടുകെട്ടുകൾ മാത്രം കൂടാൻ പാടുള്ളൂ കേട്ടോ എന്നൊക്കെ രാമനാഥൻ പറയാണ്. ശേഷം ഇഷിത ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോൾ രാമനാഥന്റെ പറയണ്ട്, അച്ഛാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങും കേട്ടോ. ശരി മോളെ പിന്നെ ഒരു കാര്യം. എന്താ അച്ഛാ? വൈകി വരുമ്പോ മോളൊന്ന് വിളിച്ചു പറഞ്ഞേ, എനിക്ക് ടെൻഷൻ ഉണ്ട്. മോള് മാഷിനെ പോലെ തന്നെ എന്നെ കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. സോറി അച്ഛാ, 2 ദിവസം കുറച്ച് വർക്ക് ടെൻഷനും പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ വഴി അച്ഛനോട് പറയാം. ഞാൻ ഇനി വിളിച്ചു പറയാം അച്ഛാ, അച്ഛനോട് ഞാൻ വിളിച്ചു പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാണ്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. പക്ഷെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്, വേറൊന്നുമല്ല. നമ്മുടെ ചിപ്പി ആദിനെ കാണുന്ന ഭാഗം ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആദിനെ കാണാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇഷിതടുത്ത് പറയും, ഇയാളുടെ പേര് ആദി എന്നാണ്, ആദിത്യൻ എന്നാണ്. അന്ന് പിറന്നാളിന് അച്ഛൻ്റെ കൂടെ പോയത് ഈ കുട്ടിയുടെ, അതായത് ഈ ചേട്ടന്റെ പിറന്നാളിനാണ് പോയെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിതക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആ സമയത്ത് പറ്റും കേട്ടോ. എന്തായാലും വലിയ ട്വിസ്റ്റോട് നടക്കണം. നാളെ വീക്കെൻഡ് പ്രൊമോ ആകുമ്പോഴേക്കും ഈ ഭാഗങ്ങളൊക്കെ നിറഞ്ഞൊരു പ്രൊമോ തന്നെയായിരിക്കും വീക്കെൻഡ് പ്രൊമോ ആയിട്ട് വരുന്നത്. നാളെ വീക്കെൻഡ് പ്രൊമോ വരാൻ ചാൻസ് ഇല്ല, ഞായറാഴ്ച ആയിരിക്കും വരുന്നുണ്ടാവാം. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.